ഹായ് കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോ രാത്രിയില് ഞാൻ രണ്ട് ചപ്പാത്തി വാങ്ങിച്ചോണ്ട് വന്നിരുന്നത്. അന്നേരം കറിയൊന്നും ഇല്ലായിരുന്നു. അന്നേരം എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഈ കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു. അന്നേരം ഒരു കിഴങ്ങ് കറി തയ്യാറാക്കിയാലോ. അപ്പൊ ആ ഒരു കിഴങ്ങ് കറിയാണ് ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് കറിയാണ്. അത് സാധാരണ രീതിയിൽ ചെയ്യുന്നതിനൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് നോക്കുക, ഈ രീതിയിലാണോ നിങ്ങൾ കിഴങ്ങ് കറി തയ്യാറാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ്. പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റണ്ട, ഒന്നും ചെയ്യണ്ട, വലുതായിട്ട് വെളിച്ചെണ്ണയൊന്നും ചിലവാകത്തില്ല. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കിടുക്കാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് അങ്ങ് പോയാലോ കൂട്ടുകാരെ, കമോൺ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്ന കിഴങ്ങ് അതിലിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 3 കിഴങ്ങാണ്, ചെറിയ പീസാക്കിയാണ്. അതിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇത് വേവാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാള ജാറിനകത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അതേ കണക്കിന് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ഇട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടുകാരെ. ഈ കിഴങ്ങറിയുടെ ഫുൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഇത് ചൂടായപ്പോഴത്തേക്കും ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ പേസ്റ്റ്, അത് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശമൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ അടുത്ത് ചേർക്കുന്ന തക്കാളിയാണ്. തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ ഇട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ നല്ലോണം നമുക്കൊന്ന് ഇളക്കിയിടും. ഈ സമയം കൊണ്ട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് പൊടി ഐറ്റംസാണ് ഇടേണ്ടത്. ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ നല്ലോണം നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുക്കുന്നത് 2 പച്ചമുളകാണ്. അതും ചേർത്ത് പിന്നെ നമ്മൾ നേരത്തെ കിഴങ്ങ് വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ്, അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് കറിയാണ് നമ്മുടെ റെസിപ്പി. നമ്മൾ കിഴങ്ങെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ അടിച്ച മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അന്നേരം അത് ജാറൊന്ന് ക്ലീൻ ആവുകയും ചെയ്യും, നമുക്ക് ആ വെള്ളം എടുക്കുകയും ചെയ്യാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ തയ്യാറായി. പിന്നെ ഇതിന് കോമ്പായിട്ട് എടുക്കാൻ പറ്റിയ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പൊറോട്ട, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, എന്തും ഏതിനും ഇത് കോമ്പായിട്ട് എടുക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്ന